വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയ വരുന്നത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി എന്നല്ലേ? അതെ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. കാരണം ഞാൻ ഇവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ടു, കുറച്ച് പേരിൽ നിന്നുള്ള പല കാര്യങ്ങൾ അറിഞ്ഞു. അതിൽ നിന്നും എനിക്ക് തോന്നിയ കുറേ സജഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് സാലറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ലീവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ. അതുപോലെ ഇവിടുത്തെ കുറേ ബെനിഫിറ്റ്സിൻ്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഓസ്ട്രേലിയ വന്നാൽ മതി എന്ന് പറയാൻ കാരണം, ഈയിടെ ഞാൻ ഒരാളെ പരിചയപ്പെടുമല്ല, ഞാൻ ഒരാളോട് അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു. UK-യിലുള്ള ആളാണ്. എൻ്റെ അടുത്ത് പറയുന്നു ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് വളരെ ഹാപ്പിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് ഒത്തിരി ഹാപ്പി ആയതുകൊണ്ടും ഞാനിപ്പോൾ അവിടെ കുറച്ച് നാൾ നിന്ന് അവിടെ നിന്ന് സീനിയർ ആയതുകൊണ്ടും എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനും തോന്നുന്നില്ല. എങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാനും താല്പര്യമുണ്ട്. അപ്പം ഞാൻ ആൾക്ക് കൊടുത്ത ഒരു സജഷനാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ആളിപ്പോൾ കുറച്ച് നാൾ അവിടെ നിന്നു. ഇനി ഒരു 2 വർഷമോടെ നിന്നാൽ സിറ്റിസൺഷിപ്പ് ആയിട്ടൊക്കെ ആൾക്ക് വരാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യലി ആണെങ്കിലും വലിയ പ്രോബ്ലം ഇല്ലാത്ത ഒരാളായിരുന്നു അത്. അപ്പം ഞാൻ എന്താണ് ആളുടെ അടുത്ത് പറഞ്ഞത്, ഇപ്പം ഹാപ്പി ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഹാപ്പി മീൻസ് നഴ്സസിൻ്റെ ജോലി എപ്പോഴും പ്രഷറൈസ്ഡ് ആണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും കുറച്ച് പ്രഷറൈസ്ഡ് ആയിരിക്കും നമ്മളുടെ ജോലി എപ്പോഴും. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു എൻവയോൺമെൻറ്റ് നല്ലതാണെങ്കിൽ നമുക്ക് അത് ആ ഒരു നാക്കിൽ അങ്ങ് കൊണ്ടുപോകാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ, ആള് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടുന്ന് വെരി ബിഗിനറായിട്ട് വെരി ജൂനിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ഇപ്പോൾ ഒരു ഇൻചാർജ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ അതുപോലെ കുറച്ച് നാളും കൂടെ നിന്നാൽ അവർക്ക് ഈ എക്സ്പീരിയൻസ് ഇയർ കൂടും. ഇങ്ങോട്ട് വരുമ്പോൾ ലൈക്ക് ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടി വരുന്നതനുസരിച്ച് ഇവിടുത്തെ സാലറി റേറ്റ് കൂടും. അവിടെ സിറ്റിസൺഷിപ്പ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ വന്ന് ഓസ്ട്രേലിയയൊക്കെ നിന്ന് ഓസ്ട്രേലിയ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് UK-യിലേക്ക് പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു സജഷനിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഓക്കെ, നിങ്ങൾക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതൊക്കെ രജിസ്ട്രേഷൻ വർക്ക്സൊക്കെ നടക്കട്ടെ, കാര്യങ്ങളെല്ലാം ചെയ്യുക. കൂടെ വിസ പ്രോസസ്സിങ്ങും ചെയ്തു. PR കിട്ടിയാലും നല്ല കാര്യം. അപ്പോൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളും ലൈക്ക് 189 വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസ. നമുക്ക് ഇങ്ങോട്ട് ജോലി കിട്ടി വരണം എന്നില്ല. PR ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം, നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ഞാൻ പറഞ്ഞു. അങ്ങനെ ഈ സമയം കൊണ്ട് അവിടുത്തെ പേപ്പേഴ്സ് വർക്ക്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇയർലി ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരുന്നിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അതൊരു നല്ലൊരു എന്താ പറയുക, ആൾക്ക് ഹാപ്പി ആയിട്ടുള്ളൊരു സജഷനായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി ഓസ്ട്രേലിയക്ക് വരുന്നത് എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിൽക്കുന്നവർ കൂടുതലും ഇതായിരിക്കും നല്ലത്. അവിടുത്തെ പാസ്പോർട്ട് നമുക്ക് ഡ്യുവൽ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും നമ്മൾ കുറച്ച് നാളും കൂടെ നിന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നാലും ഓക്കെയാണ്. ഓക്കെ, അതാണ് ഓസ്ട്രേലിയയിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി എന്ന് പറയാനുള്ള കാരണം. എന്തായാലും ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ വർക്ക്സ് എന്തായാലും ചെയ്യണം. പതുക്കെ വിസ പ്രോസസ്സിങ്ങിലേക്കും കടന്നു കഴിഞ്ഞാലും വലിയ കാര്യം തന്നെയാണ്. കാരണം 189 വിസ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന PR വിസ ആയതുകൊണ്ടും അതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്യാം. ഇഷ്ടംപോലെ YouTube വീഡിയോസ് കിടപ്പുണ്ട്. ഏജൻസി ത്രൂ പോകണമെന്നില്ല. ഇനി ഡൗട്ട് ഉള്ളവർക്ക് ഏജൻസി ത്രൂ പോകണമെങ്കിൽ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്ത സാൻജോസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസിയാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എനിക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഏജൻ്റായിട്ടാണ് തോന്നിയത്. അങ്ങനത്തെ വിസ പ്രോസസ്സിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാൻജോസിനെ കോൺടാക്ട് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ YouTube വീഡിയോസൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയും പ്രോസസ്സിങ്ങും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ആ സൈഡിൽ കൂടെ അങ്ങ് പൊക്കോളും. ഓക്കെ, അതെന്തായാലും ചെയ്തിടണം. വരാൻ താല്പര്യമുള്ളവർ എന്തായാലും രജിസ്ട്രേഷനൊക്കെ റിന്യൂ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക. ഓക്കെ, വേറൊരു കാര്യം എനിക്ക് ഇവിടെ തോന്നിയത്, ഈ 4 മാസം ആയുള്ളൂ ഞാനിവിടെ വന്നിട്ട് കുറച്ച് പേഷ്യൻസിനെയൊക്കെ പരിചയപ്പെട്ടു. അപ്പോഴും എനിക്ക് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അവിടെ പാമ്പിനെയൊക്കെ കാണുന്നുണ്ടോ, സ്നേക്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പല പേഷ്യൻസ് പറഞ്ഞു, മീൻസ് എനിക്ക് ഈ 4 മാസം കൊണ്ട് കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ലല്ലോ, 10-20 വർഷം അല്ലെങ്കിൽ 10-30 വർഷമായിട്ട് ഇവിടെ സിഡ്നിയിൽ ജീവിക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്.
അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണം അവർ ഇതുവരെ ഒരു പാമ്പിനെ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. അപ്പം ഞാൻ എത്ര സർപ്രൈസ്ഡ് ആയി. പറഞ്ഞു ഇല്ല, ഈ സിറ്റി ലൈഫിൽ അങ്ങനെയൊന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാനൊരു ടീമിനെ പരിചയപ്പെട്ടു. അവർ ഫാമേഴ്സാണ്, കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ്. ഗ്രിഫിത്ത് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ആ സ്ഥലത്തുനിന്ന് അവർ ഫാമിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സർജറി ചെയ്യാനൊക്കെ ആയിട്ട് വന്ന് റിക്കവറി ടൈമിൽ നമ്മളിങ്ങനെ പേഷ്യൻസും ഫാമിലിയൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവരിങ്ങനെ പറയുമായിരുന്നു അവർ ഇതുപോലെ അവിടെ ഇഷ്ടംപോലെ പാമ്പിനെയൊക്കെ കാണാറുണ്ട്, പക്ഷെ അവരത് മൈൻഡ് ചെയ്യാറില്ല. ലൈക്ക് അവർ ഡെയിലി ലൈഫിൽ അങ്ങനെ പല എന്താ പറയുക പാമ്പുകളെയൊക്കെ കാണും, അവരതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് സ്നേക്ക് ബൈറ്റിൻ്റെ എങ്ങനെ പ്രിവെൻഷൻ അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ ഫാമിങ്ങിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അത്രേ. അതുകൊണ്ട് അവർ അത്ര ടെൻസ്ഡ് അല്ല സ്നേക്സിനെ പറ്റിയിട്ട്. പിന്നെ സ്നേക്സ് എന്നുള്ളൊരു റീസൺ കൊണ്ട് ഓസ്ട്രേലിയയിൽ വരാതിരിക്കേണ്ട ആരും. ഓക്കെ, അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം കേരളത്തിൽ ജനിച്ച് വളർന്നവർ പാമ്പിനെ കാണാത്തവരായിരിക്കില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ UK ഇങ്ങനെ ഒരു എന്താ പറയുക ഈച്ച ഉറുമ്പും കൊതുകും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ UK അയർലൻഡ് എനിവേർ പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഇനിയും എട്ടുകാലി പാറ്റ അതൊക്കെ ഇനിയും കാണേണ്ട വരുമല്ലോ എന്നുള്ള ഒരിതുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും ഇല്ല. അത് ഇച്ചിരി ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും പാമ്പുകളെ കാണുന്നത്. അല്ലാണ്ട് സിറ്റി ആയിട്ട് എടുത്താലോ അല്ലെങ്കിൽ നല്ലൊരു പോപ്പുലേഷനുള്ള ഒരു സ്ഥലത്ത് കൂടുതലും പാമ്പുകൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ഞാൻ അറിയാൻ കഴിഞ്ഞൊരു വിവരം. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് സാലറിയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 5 years എക്സ്പീരിയൻസേ ഉള്ളൂ ഇൻ ടോട്ടൽ. അപ്പോൾ 5 year എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് കിട്ടുന്നതും UK കിട്ടുന്ന സാലറിയും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാലറി ഭയങ്കര കൂടുതലാണ്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞിട്ട് ചാടിപ്പിടിച്ച് വരണ്ട. ഇയർ 8 ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് സാലറി കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓവർ ടൈം ചെയ്താണ് പൈസ ഉണ്ടാക്കുന്നത് കൂടുതലും ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അല്ലെങ്കിൽ മലയാളികൾ. അതുപോലെ ലീവിൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ UK ലീവിൻ്റെ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം നമുക്ക് ഇത്ര ഫിക്സഡ് അവേഴ്സ് നമുക്ക് തരും. ആ ഒരു അവേഴ്സ് നമുക്ക് 1 yearനുള്ളിൽ എടുക്കാം അല്ലേ. ഈ 1 yearനുള്ളിൽ UK പോന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അവേഴ്സ് ആനുവൽ ലീവ് അവേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പേ ബാക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഏപ്രിലിന് മുന്നേ നവംബർ ആയപ്പോഴത്തേക്കും ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ഫുൾ ആനുവൽ ലീവ് നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള ആനുവൽ ലീവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ, എത്ര നാൾ വേണമെങ്കിലും എടുക്കാം. മീൻസ് ആ ഒരു ടൈമൊക്കെ പറ്റൂല. അപ്പം ഞാനത് ഫുൾ എടുത്തിരുന്നു. പക്ഷേ ഞാൻ ഡിസംബറിൽ പോകുന്നത് കൊണ്ട് അത്രയും നാൾ നമ്മൾ ആനുവൽ ലീവ് ഡിവൈഡ് ചെയ്യുക 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും നാളത്തെ ഞാൻ ആനുവൽ ലീവ് എടുത്തത് കൊണ്ട് തിരിച്ചെനിക്ക് പേ ബാക്ക് ചെയ്യേണ്ട വന്നു. അറൗണ്ട് ഒരു 600 pounds ഞാനന്ന് തിരിച്ചു പോരുന്ന സമയത്ത് പേ ബാക്ക് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോരാൻ നിങ്ങൾക്ക് UK പോരുന്ന ഒരു ഇതുണ്ടെങ്കിൽ, പോരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ആനുവൽ ലീവ് എടുക്കാണ്ടിരിക്കുക. ഓക്കെ, അല്ല അത് നിങ്ങൾ പിന്നെ പേ ബാക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ടാക്സ് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. UK എനിക്ക് കൂടുതൽ അയർലൻഡ് വേറെ രാജ്യങ്ങളെ പറ്റിയിട്ട് അറിയത്തില്ല. UK ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് എന്തൊക്കെ ടാക്സ് എക്സസ് പിടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു ടാക്സ് റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. അത് നമുക്ക് കിട്ടും. അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് HMRC വിളിക്കുക, അവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അവരൊരു സജഷൻ തരും, അതുപോലെ ചെയ്യാം. അപ്പോൾ ടാക്സ് റീഫണ്ട് അവിടെ നിന്ന് വിട്ടു പോരുമ്പം കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ ലീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 weeks നമ്മൾ ജോലി ചെയ്യുമ്പം 6 hours നമ്മുടെ ആനുവൽ ലീവ് അവേഴ്സിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ എത്ര വീക്സ് ആണ് നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ ആനുവൽ ലീവ് കയറുന്നത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ കുറേ നാൾ വർക്ക് ചെയ്തിട്ട് ആ ലീവ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അവർ നാട്ടിൽ പോകുന്നതും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് നമുക്കിപ്പം ഞാനൊരു 2 ആഴ്ച അവധി എടുക്കുന്ന പറഞ്ഞാൽ എൻ്റെ ആനുവൽ ലീവ് തീർന്നു പോകും, മനസ്സിലായി. പക്ഷേ UK അങ്ങനെയല്ല. നമുക്ക് ആനുവൽ ലീവ് എവിടെ വേണേലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയൊക്കെ ഇട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതെനിക്ക് പറ്റുന്നില്ല. അത് ആനുവൽ ലീവ് നമ്മളിങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ സമ്പാദിച്ചുണ്ടാക്കണം. പിന്നെ വേറൊരു മെത്തേഡ് എന്താ ഇവിടെ ഉള്ളതെന്നറിയോ? നമ്മളിപ്പോൾ എനിക്കിന്നിപ്പോൾ ജോലി ഉണ്ടായിരുന്നു, 8 hours ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ 4 hours ഓവർ ടൈം ചെയ്തു. അപ്പോൾ ആ 4 hours അവർക്ക് ഒന്നെങ്കിൽ നമുക്കതിൻ്റെ കാശ് മേടിക്കാം, അതിൽ നമുക്ക് ഡബിൾ സാലറി കിട്ടും. അല്ലെങ്കിൽ നമുക്കത് ആനുവൽ ലീവ് അവേഴ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ആനുവൽ ലീവ് അവേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴും ഡബിൾ അവേഴ്സ്, ലൈക്ക്
4-ന് 8 hours ആയിട്ടായിരിക്കും നമുക്ക് ആനുവൽ ലീവ് കിട്ടുന്നത്. ഇതൊരു നല്ല കാര്യമാണ്. ലൈക്ക് ഓവർ ടൈം ചെയ്യുന്നതെല്ലാം ബെനഫിഷ്യലാണ് ഇവിടെ, ബെറ്റർ ദാൻ UK. പക്ഷെ നോർമലി ഉള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങളിൽ എനിക്ക് അവിടുത്തെ ആയിരുന്നു ഇഷ്ടപ്പെട്ടതെന്നും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ സത്യസന്ധമായി പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് ഒരാളുടെ വീഡിയോ നോക്കിയിട്ടോ മറ്റൊരാളുടെ അഭിപ്രായങ്ങളോ ഒന്നുമല്ല. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ പറയാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കമൻറ്റിൽ എന്തുവെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കേണ്ടാത്തവർക്ക് എടുക്കണ്ട. ഓക്കെ, സാലറി കഴിഞ്ഞു. ഇനി എനിക്ക് ബെനിഫിറ്റ്സിനെ പറ്റി പറയുമ്പോൾ, ഓക്കെ, നിങ്ങളിങ്ങോട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ആണോ പബ്ലിക് ഹോസ്പിറ്റൽസ് ആണോ ഏതാ ചൂസ് ചെയ്യാൻ നല്ലതെന്നൊക്കെ ചോദിച്ചു. ഏതാണേലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണോ ത്രൂ കയറി വരിക. അതുപോലെ 486 വരണോ 180, ഇപ്പോഴും വീണ്ടും വിസനെ പറ്റിയിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് വിത്ത് PR കൂടി ഇവിടെ വരുന്നതായിരിക്കും കൂടുതലും ബെനിഫിഷ്യൽ. കാരണം എന്നാലേ നമുക്ക് ബെനിഫിറ്റ്സ് ഒക്കെ കൂടുതൽ കിട്ടത്തുള്ളൂ. കാരണം മെഡിക്കെയർ അങ്ങനത്തെയൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. ഒരുപാട് ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഓസ്ട്രേലിയ വരുന്നത് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം മനസ്സിൽ തന്നെ ഇരുന്നോട്ട് അതിനു വേണ്ടി പ്രയത്നിക്കാൻ. പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, ഒരുപാട് അഭിപ്രായങ്ങളോ ഒരുപാട് സജഷൻസോ എല്ലാവരോടും ചോദിക്കാതിരിക്കുക. അത് നല്ല കാര്യമായിരിക്കും. കാരണം പലരും പലതും പറയും. നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നതോ അത് കേൾക്കുക, അതനുസരിച്ച് മുമ്പോട്ട് പോവുക. ബാക്കി എന്തെങ്കിലുമൊക്കെ വഴി ദൈവം മുമ്പിൽ കാണിച്ചു തരും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് പ്രീവിയസ് വീഡിയോൻ്റെ കമൻറ്റിൽ എനിക്ക് മെൻഷൻ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല പ്രീവിയസ് വീഡിയോയിൽ വന്ന കമൻസിന്. അപ്പം ഞാൻ ഓർത്ത് വന്ന ഈ വീഡിയോയിൽ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഒരു കമൻറ്റ് എനിക്ക് വന്നതാണ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞൊരു മിസ്റ്റേക്ക് വന്നു. കാരണം 186 വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയർ നോമിനേറ്റഡ് ആണ്. ഞാൻ അറിയാതെ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തപ്പം എംപ്ലോയി നോമിനേറ്റഡ് എന്നും, പക്ഷെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് റൈറ്റിങ്സ് ഉണ്ടായിരുന്നു അതിൽ എംപ്ലോയർ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിച്ചാണ് പറഞ്ഞേ. സോറി ഫോർ ദാറ്റ്. ഞാൻ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് കമൻസിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, കാരണം എനിക്കത് സമയം കിട്ടാറില്ല സത്യമായിട്ടും. മറ്റൊരു കമൻ്റ് ആയിരുന്നു, പല പ്രൊഫഷനിലുള്ളവർ ലൈക്ക് BCom കഴിഞ്ഞവർ, MCom കഴിഞ്ഞവർ, MBA, അങ്ങനെ പല പ്രൊഫഷനിലുള്ളവർ എന്നോട് ചോദിക്കുക ഓരോ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞോട്ടെ എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. കാരണം എൻ്റെ സർക്കിളിലുള്ളവർ നഴ്സസാണ് കൂടുതലും. അപ്പം ഞാനൊരു അതിനെ പറ്റിയിട്ട് ഒരു വേഗ ഐഡിയ തരാം, അല്ലെങ്കിൽ ഈ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക ആ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുക എന്ന് പറയാനുള്ളൊരു സത്യം പറഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ അങ്ങനെ പറയത്തുമില്ല. എനിക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഓൾറെഡി വീഡിയോയിലായാലും കമൻറ്റിലായാലും പറയുള്ളൂ. അതുപോലെ കമൻറ്റിൽ ഞാൻ എപ്പോഴും ഒരു നെഗറ്റീവ് കമൻറ്റ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല എന്ന് എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യാറ്. ഐ എം സോറി ഫോർ ദാറ്റ്. കാരണം മറ്റ് പ്രൊഫഷൻസിനെ പറ്റിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ ആ പ്രൊഫഷനിലുള്ള ജോലി തന്നെ ഫസ്റ്റ് ടൈം വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരുന്നാൽ ഒരുപാട് നാൾ ഇരിക്കേണ്ടി വരും. അതിനുവേണ്ടി കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മീൻവൈൽ എന്തെങ്കിലും സൈഡായിട്ട് ചെയ്യുക. അപ്പോഴേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ, തീർച്ചയായിട്ടും. ലണ്ടനിലാവുമ്പോൾ ലണ്ടൻ അലവൻസ് എങ്കിലും കിട്ടുമായിരുന്നു. ലണ്ടൻ അലവൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഒരു എമൗണ്ട് എങ്കിലും കിട്ടുമായിരുന്നു. പക്ഷെ സിഡ്നി വന്നപ്പം എക്സ്പെൻസ് കവർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും. അപ്പോൾ കാരണം അത് ഫാമിലി, ഞാൻ അവിടെ സിംഗിൾ ആയിരുന്നു, ഇവിടെ ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അതനുസരിച്ചുള്ള എക്സ്പെൻസ് അല്ലാണ്ട് കൂടും. അതൊക്കെ തന്നെ ആയിരിക്കാം കാരണങ്ങൾ. എങ്കിലും അത് എക്സ്പെക്ട് ചെയ്ത് പോരണം. തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ നിന്ന് വന്നാലും എക്സ്പെക്ട് ചെയ്ത് പോരണം. ഓക്കെ, എന്നോട് വർക്ക് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടൊക്കെ കമൻറ്റ് ചോദിച്ചായിരുന്നു. അപ്പോൾ വർക്ക് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനില്ല. നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കൊടുക്കണ്ട. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് UK പോലത്തെ ഒരു രാജ്യമല്ല. ഒരുപാട് കൾച്ചർ ഡിഫറൻസസ് ഉണ്ട്. നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, UK എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാനേജറിൻ്റെ അടുത്ത് നമ്മൾ പോയി സംസാരിക്കുന്നതിന് വലിയ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്ലി ടച്ച് ഉണ്ടാവും എല്ലാവരുമായിട്ട്. അവിടുത്തെ ആൾക്കാർ ഒരു ഇച്ചിരി ഫ്രണ്ട്ലി ആണ്, കോപ്പറേറ്റീവ് ആണ്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംബ്ര ആ ഒരു ടൈപ്പ് മാനേജേഴ്സാണ് നമുക്കുള്ളത്. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്തേക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ പൊതുവെ ആൾക്കാരിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറും അത് തന്നെയാണ്. ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയൻസിനൊരു എന്താ പറയുക, മേ ബി അവരുടെ കൾച്ചർ അങ്ങനെയായിരിക്കും.
ഒരു ബോസി ആ ടൈപ്പ് ഒരു ഇതുണ്ട്. ഇനി എന്നെ ഇതിന് പൊങ്കാലയിടാൻ വരരുത് താഴെ കമൻറ്റിൽ. കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്, ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കൾച്ചറിലേക്ക് നമ്മൾ അറിയാതെ ആയി പോവോ എന്നൊക്കെ ഞങ്ങൾ ഇപ്പോൾ പൊതുവേ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണേലും ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളും ഇപ്പം കുറച്ച് നാൾ കഴിയുമ്പം അറിയാതെ അവരെ പോലെ ആയി പോകുമെന്ന്. കാരണം അവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ ഇച്ചിരോടെ സോഷ്യലായിരുന്നു, ഇച്ചിരോടെ ഭയങ്കര കമ്പനി ആയിട്ട് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൊടുത്ത് വരണ്ട. UK പോലെയുള്ള ഒരു രാജ്യമല്ല ഓസ്ട്രേലിയ. ഇവിടെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ ഒത്തിരി സമയമെടുക്കും. അത് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ച് തന്നെ വേണം വരാൻ. ഓക്കെ, ഞങ്ങൾ ഇവിടെ വന്നപ്പം തോന്നിയ കാര്യങ്ങളാട്ടോ ഞങ്ങൾ പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, കീപ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. ഞാനത് നെക്സ്റ്റ് വീഡിയോയിലായാലും ഐ വിൽ ട്രൈ ടു റിപ്ലൈ ഫോർ ദാറ്റ്. കാരണം എനിക്ക് അവിടെ പോയിന്റിൽ റിപ്ലൈ തരാനുള്ള ഒരു ടൈമോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താ പറയുക, അതിനൊരു ചാൻസ് കിട്ടാറില്ല. അതുകൊണ്ടാണ്. ഓക്കെ, എനിവേസ് ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് ഫൈറ്റിംഗ് ഫോർ യുവർ ഡ്രീം. അത് പോസിറ്റീവായിട്ട് എടുക്കുക എല്ലാ കാര്യങ്ങളും. എപ്പോഴെങ്കിലും ആ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡൗൺ ഉണ്ടാവും അല്ലേ? ആ ഒരു ഇത് വേവ് ആയിരിക്കും. നമ്മളുടെ ഒരു ലൈഫ് ഫുൾ ഒരു വേവി മോഡലായിരിക്കും. ബട്ട് ട്രൈ ടു ബി ഹാപ്പി, ട്രൈ ടു ബി പോസിറ്റീവ് ആൻഡ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഇതൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാട്ടോ, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളൂ. Thank you so much for watching this video. Thank you for your time. So keep like, share and subscribe. Okay, stay tuned for the next video. Bye bye.